എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവർ നിങ്ങളുടേത് മാത്രമാണ്, തെളിവുണ്ട് എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങൾ ഈ വീഡിയോയിൽ ഏതെങ്കിലും ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ തിരഞ്ഞെടുത്ത ഒന്നാമത്തെ ഫയലായ പ്രാവ് എന്ന ഫയലാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിങ്ങാണ് ആദ്യം പറയുന്നത്. അവർ നിങ്ങളുടേത് മാത്രമാണ്. അങ്ങനെ അറിയാനും അങ്ങനെ ആകാനുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും ഉണ്ടായപ്പോൾ അവർ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നല്ല മനോധൈര്യം നിങ്ങൾക്ക് കൈവരുന്നു. പക്ഷേ പലപ്പോഴും സംശയങ്ങളുണ്ടാവുന്നു. ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നവരുടെ പ്രവർത്തനങ്ങൾ, അവർ എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ സ്വന്തമാക്കുമോ എന്നുള്ള ഭയങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട്. ആ ഭയങ്ങളിൽ നിന്നുകൊണ്ടാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ആശങ്ക ഉണ്ടാവുന്നത്. ഏതായാലും ആ കാര്യത്തിൽ എന്താണ് നിങ്ങൾക്കിനി ആശ്വസിക്കാനുള്ളത് അല്ലെങ്കിൽ ഭയപ്പെടാൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ആ വ്യക്തിയെ നിങ്ങൾ മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വ്യക്തിയെ സ്നേഹിക്കുന്നതിന് നിങ്ങളൊരു പരിധിയും വെച്ചിട്ടില്ല. പക്ഷേ അത് അതിശക്തമായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ട്. അവർ നിങ്ങളുടേതാണ്. എപ്പോഴും അങ്ങനെ ആയിരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നു. നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ അകറ്റാൻ ശ്രമിക്കുന്നവർ നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ട് എന്നുള്ളത് ചെറിയ സംശയമൊക്കെ നിങ്ങൾക്കുണ്ട്. മുമ്പ് നിങ്ങൾക്ക് അത്തരത്തിലൊരു സംശയം പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അതിനെക്കുറിച്ച് ചില സംശയങ്ങൾ വന്നിട്ടുണ്ട്. ആ വ്യക്തിയെയും നിങ്ങളെയും അകറ്റാൻ ശ്രമിക്കുക. അതാരാണെന്ന് ആദ്യം നിങ്ങൾക്കറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം രൂപമുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ നിങ്ങളെ വേദനിപ്പിക്കാൻ മാത്രമാണ്. നിങ്ങളെങ്ങനെയെങ്കിലും വേദനിപ്പിക്കുക. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം ഒരിക്കലും നടക്കാതിരുന്നാൽ അവർ പലതരത്തിലുള്ള ഉദ്ദേശങ്ങൾ അവർക്കുണ്ട്. അതേതാണ്ട് നിങ്ങൾക്കും അറിയാം. പക്ഷെ അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നടക്കുമെന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അത് അവരുടെ ആവശ്യം മാത്രമാകും. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടേത് മാത്രമായിരിക്കും. നിങ്ങളിൽ നിന്ന് അവരെ തട്ടിയെടുക്കാൻ ആർക്കും സാധിക്കില്ല. അവരും നിങ്ങളും തമ്മിൽ ഇനി വരാൻ പോകുന്നത് ഈ ആളുകളെയൊക്കെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു ബന്ധമാണ്. ആ വ്യക്തി എപ്പോഴും നിങ്ങൾക്ക് തന്നെ ലഭിക്കുകയുള്ളൂ. കാരണം നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചതുപോലെ മറ്റാരും സ്നേഹിച്ചിട്ടില്ല. അതിന് സാധിക്കുകയുമില്ല. കാരണം ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളും നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയും വലിയ തരത്തിലുള്ളൊരു ആഴത്തിലുള്ളൊരു ബന്ധം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവർ നിങ്ങളുടേത് മാത്രമാണെന്ന് പറയുന്നതിൽ ഒരു അടിസ്ഥാനമുണ്ട്. ഈ അടുത്ത കാലം വരെ ആ വ്യക്തിയുടെ മനസ്സിനെ സ്വാധീനിക്കാൻ വേണ്ടി ഒരു വ്യക്തി നടന്നിരുന്നു. അല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളോട് ഒരു പക്ഷേ തുറന്നു പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ ആ വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം അല്ലെങ്കിൽ യഥാർത്ഥ ഉദ്ദേശം അല്ലെങ്കിൽ ആ സ്വാർത്ഥമായ ചിന്ത നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലാകുന്നൊരു സംഭവം അടുത്തുണ്ടായി. അത് ചിലപ്പോൾ നിങ്ങളറിയണമെന്നില്ല. അങ്ങനെ ആ സംഭവം അറിഞ്ഞതോടുകൂടി നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുമായിട്ട് ഇനിയൊരു ബന്ധത്തിന് തയ്യാറല്ല എന്ന് മനസ്സാൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതായത് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും വഞ്ചിക്കുന്ന തരത്തിൽ ഒരു ശൈലിയാണ് ആ വ്യക്തി സ്വീകരിച്ചത്. ആ വ്യക്തി ആ ശൈലി സ്വീകരിച്ചത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ആ വളർച്ചയെ ആ വ്യക്തി ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോൾ അത് ബോധ്യപ്പെട്ടപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം കൂടുതൽ ഊട്ടി ഉറപ്പിക്കപ്പെടുകയാണ്. ഇത് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് അറിയും. നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ഹിൻഡ് കിട്ടും. അത് മനസ്സിലാക്കാനും കഴിയും. അടുത്തതായിട്ട് പരുന്ത്. ഭൂമിയിലേക്ക് താഴ്ന്നു പറക്കാൻ ശ്രമിക്കുന്ന ഒരു പരുന്തിൻ്റെ പൈലാണ് നിങ്ങൾ സ്വീകരിച്ചതെങ്കിൽ, ഇഷ്ടപ്പെട്ടതായിട്ട് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിങ്ങാണ് പറയുന്നത്. ഒരുപാട് അന്വേഷണങ്ങൾക്കൊടുവിലാണ് നിങ്ങൾക്ക് ആ വ്യക്തിയെ കണ്ടെത്താൻ കഴിഞ്ഞത്. നിങ്ങൾ വെറുതെ കണ്ടെത്തിയതല്ല. കുറേ നാളുകളായി തൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടി നിങ്ങൾ അന്വേഷിക്കുകയായിരുന്നു. പലപ്പോഴും നിങ്ങൾക്ക് തോന്നി എനിക്കിനി അങ്ങനെ ഒരാളെ ലഭിക്കുമോ? കാരണം ഞാൻ അന്വേഷിച്ചിട്ടും ഒന്നും ഒരിടത്തും എത്തുന്നില്ല.
എനിക്കിനി അങ്ങനെ ഒരാളെ ലഭിക്കുമോ എന്നുള്ള സംശയമൊക്കെ നിങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ഇനി ആ സംശയം വേണ്ട. നിങ്ങൾക്ക് അങ്ങനെ ഒരാളെ ലഭിച്ചിരിക്കുന്നു, നിങ്ങൾ അങ്ങനെ ഒരാളെ കണ്ടെത്തിയിരിക്കുന്നു. പിന്നെയും നിങ്ങൾക്ക് ദുഃഖം വരുന്നത് ആ വ്യക്തി എൻ്റേത് തന്നെ ആകുമോ, ആ വ്യക്തി എൻ്റേത് മാത്രമാകുമോ എന്നുള്ള ചിന്ത നിങ്ങളിലുണ്ട്. തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളുടേത് മാത്രമാകും. ആ വ്യക്തിക്ക് മനസ്സിൽ ഇഷ്ടപ്പെടാൻ നിങ്ങളെ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് പകരമാകാൻ ഒരാൾക്കും സാധിക്കില്ല. അത് നിങ്ങളുടെ ആത്മാർത്ഥത കൂടുതൽ കൊണ്ടാണോ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശൈലി കൊണ്ടാണോ എന്നൊന്നും അറിയില്ല. ആ വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തിൽ മറ്റൊരാൾക്കും പകരമാകാൻ സാധിക്കുന്നില്ല, മറ്റൊരാൾക്കും അതിന് ബദലാകാൻ സാധിക്കുന്നില്ല. നിങ്ങൾ തന്നെ അതിന് ബദലാകുകയാണ്. ആ വ്യക്തിയുടെ ഹൃദയത്തെ നിങ്ങൾ തൊട്ടറിഞ്ഞതനുസരിച്ച് പോലെ മറ്റാർക്കും തൊട്ടറിയാൻ സാധിക്കുന്നില്ല. അത് കഴിയുകയുമില്ല. കാരണം നിങ്ങളുടെ സ്നേഹത്തിൽ ഉള്ള ആത്മാർത്ഥത, അതാണ് പറയുന്നത്. ഒരുപാട് ആളുകളുടെ ഇടയിൽ തേടി നടന്നപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായി കിട്ടിയൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിലയും നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. മറ്റൊരാളും അറിയുന്നതിനേക്കാൾ കൂടുതൽ, മറ്റൊരാളും മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അതിൻ്റെ വില അറിയാം. ആ വ്യക്തിക്കും നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ വില അറിയാം. അങ്ങനെ ബന്ധങ്ങളുടെ വില കൽപ്പിക്കുന്ന ഒരു മനസ്സ് ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കുകയാണ്. മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ എത്രത്തോളം നല്ലതാണെന്നുള്ളതിൻ്റെ ആഴത്തിലുള്ള അറിവ് ആ വ്യക്തിയെയും നിങ്ങളെയും തമ്മിൽ കൂട്ടിയോജിപ്പിക്കും. തീർച്ചയായിട്ടും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട്, എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്കതിലൂടെ തന്നെ മുന്നോട്ട് പോകാനും കഴിയും. ഇനി യാതൊരു പ്രശ്നവുമില്ലാതെ ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങളിലേക്ക് എപ്പോഴും ചാഞ്ഞു നിൽക്കും. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള വേർപിരിയാത്ത ബന്ധം, ഒരാൾക്ക് മറ്റൊരാൾ എത്രത്തോളം പ്രിയപ്പെട്ടതാണ് എന്നുള്ളത് നിങ്ങളിനി അനുഭവത്തിലൂടെ അറിയാനാണ് പോകുന്നത്. ഇത്രയും കാലത്തെ അടുപ്പമല്ല, ഒരു നിമിഷം പോലും പരസ്പരം കാണാതെ ഇരിക്കാൻ വയ്യാത്ത രീതിയിലേക്ക് നിങ്ങളെത്തുന്ന കാഴ്ചയാണ് വരുന്നത്. എത്ര അകലെയാണെങ്കിലും ഹൃദയം കൊണ്ട് അടുത്തു പോകുന്ന നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സ്, നിങ്ങളുടെ രണ്ടുപേരുടെയും ഹൃദയം തീർച്ചയായിട്ടും അടുത്തറിയാൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയും. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾ ഒന്നാകുന്ന ആ പ്രധാനപ്പെട്ട നിമിഷം നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ്. തേടി നടന്ന് ഒരുപാട് സമയമെടുത്ത് നിങ്ങൾക്ക് കിട്ടിയ ഒരു വളരെ പ്രധാനപ്പെട്ടൊരു വ്യക്തി, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ വ്യക്തി, ആ വ്യക്തി നിങ്ങൾക്ക് തന്നെയാണ്. മറ്റാരും അതിനത് സ്വന്തമാക്കാൻ വരികയില്ല, അതിന് കഴിയുകയുമില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.